ഹായ് ഗൈസ്, വെൽക്കം ടു ദിവ്സ് വേൾഡ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വേറെ എവിടെയല്ല, എൻ്റെ സ്വന്തം വീട്ടിലാണ്. നമ്മൾ എല്ലാവരും കൂടെ എന്തെന്നാ പറയണ്ടേ, ഞങ്ങളെന്നാ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ലോങ് ഡ്രൈവ് പോവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് ടുട്ടൂനെയും ഫാമിലീനെയും. ടുട്ടു, അച്ഛൻ, അമ്മ, അനിയൻ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് മൂകാംബിക ടെമ്പിളിലേക്കാണ്. ഞാൻ സെക്കൻഡ് ടൈമാണ് പോകുന്നത്. അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് ഫസ്റ്റ് ടൈമാണ് മൂകാംബിക പോകുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് നമുക്ക് അടിച്ച് പൊളിച്ച് പോകാമെന്നുള്ള മൈൻഡാണ്. അച്ഛനും അമ്മയൊക്കെ കുളിച്ച് കുട്ടപ്പനുമായിട്ട് ഇരിക്കുന്നുണ്ട്. എന്താ പറയാനുള്ളത്? എല്ലാവർക്കും സുപ്രഭാതം. ഓക്കെ യാത്ര പോവുകയാണ്. ഓക്കെ, അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഞാൻ മൂകാംബിക പോകണമെന്ന് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന നടന്നിട്ടില്ല ഇതുവരെ. ഇന്നത് പോകുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഹാപ്പിയാ? എന്നിട്ട് മുഖത്താ സന്തോഷം കാണാനില്ലല്ലോ അമ്മേ. ഉറക്കം രാവിലെ എണീറ്റ് ശീലമില്ലാതെ നേരത്തെ എഴുന്നേറ്റ് പോയി, 3:30 എഴുന്നേറ്റ് പോയി. അതിൻ്റെ ഒരു കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. പക്ഷെ ദേവീനെ കാണാൻ പോകുന്ന ഒരു സന്തോഷമുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ടുട്ടും ഫാമിലി എത്തി. ഞങ്ങളുടെ ട്രിപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി പിന്നെ ചവിട്ടിയത് കണ്ണൂർ പുലരി റെസ്റ്റോറൻറ്റ് മുന്നിലാണ്. ടുട്ടുവിൻ്റെ ബ്രദർ സച്ചു ആണ് നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറഞ്ഞു തന്നത്. വളരെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു വിത്ത് എ ഹോംലി ഫീൽ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് കേരളത്തിലെ ഏറ്റവും വലിയ ഫോർട്ട്, ദാറ്റ് ഈസ് ബേക്കൽ ഫോർട്ട്. അധിക നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ലെങ്കിലും ഞങ്ങളൊന്ന് കറങ്ങിയടിച്ച്. അങ്ങനെ കർണാടക ബോർഡർ ക്രോസ് ചെയ്യുമ്പോഴേക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. സമയം ഏകദേശം ഉച്ചയായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ലൊരു ലഞ്ച് കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തോടെ കർണാടക സ്റ്റൈലിൽ ഒരു താലിയാണ് ഓർഡർ ചെയ്തത്. കൂട്ടത്തിൽ ടുട്ടൂനാട്ടോ ഫുഡ് ഏറ്റവും ബോധിച്ചത്. കണ്ടില്ലേ ഇത്രയും എക്സ്പ്രഷൻ ഇട്ട് ഫുഡ് കഴിക്കുന്നത്. സോ ഗൈസ്, ഫൈനലി വി റീച്ച്ഡ് അറ്റ് അവർ ഡെസ്റ്റിനേഷൻ, ദാറ്റ് ഈസ് കൊല്ലൂർ മൂകാംബിക ടെമ്പിൾ. ഞങ്ങൾ ഹോട്ടലിലെത്തി ഫ്രഷായി പുറത്തേക്കൊരു ചായ കുടിക്കാൻ ഇറങ്ങി. ചായ കുടി മൈൻഡ് മാറി പിന്നെ പാനിപൂരിയിലും വടയിലും ഒക്കെ എത്തി. ഗൈസ്, ഞങ്ങൾ സെലക്ട് ചെയ്ത പ്രോപ്പർട്ടിയിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ മൂകാംബിക ടെമ്പിളിലേക്ക്. പക്ഷെ അതൊന്നും ഞങ്ങൾ കാര്യമാക്കിയില്ല, നല്ല ലാവിഷായിട്ട് അങ്ങോട്ട് നടന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് കുറേ കുരങ്ങിനെയും അതുപോലെ ഒരു മയിലിനെയും ഞാൻ കണ്ടു. പക്ഷെ മയിലിൻ്റെ ഫോട്ടോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ മൂകാംബിക ടെമ്പിളിലെത്തി. സന്ധ്യാസമയമായിരുന്നു. നല്ല ശാന്തത, നല്ല പീസ് മൈൻഡായിരുന്നു. അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ ക്യൂവിൽ നടന്ന് നീങ്ങുമ്പോഴാണ് ഈ ഒരു തല ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഉള്ളിൽ കൂടെ ചാടി വരാനുള്ള ശ്രമത്തിലാണ് ആശ. അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പം തന്നെ ഒരു 8 മണി 8:30 ആ ഒരു സമയമായി കേട്ടോ. ഞങ്ങൾ പോകുന്നത് അമ്പലത്തിലെ പ്രസാദം കഴിക്കാനാണ്. നൈറ്റ് ഫുഡ് അമ്പലത്തിൽ നിന്ന് തന്നെ എന്നുള്ള മൈൻഡിൽ നല്ല തിരക്കുണ്ടായി. പക്ഷേ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുമ്പം അത് വേറൊരു ഫീലാണ്. പ്രത്യേകിച്ച് അമ്പലത്തിൽ ഫുഡ് തമ്മിൽ പരിചയമില്ലാത്ത ആൾക്കാരെ കൂടെ ഇരുന്നാൽ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. തൊട്ടപ്പുറത്തിരിക്കുന്നത് ആരാ എന്നൊന്നും നമുക്കറിയില്ല. കുറച്ച് പേര് ടേബിളിൽ, കുറച്ച് പേര് നിലത്ത് ഒക്കെ ആയിട്ടിരുന്ന് നമ്മളെല്ലാവരും ഒന്നിച്ച് ഫുഡ് കഴിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ കൃത്യം 5 മണിയായപ്പോഴേക്കും ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായി അമ്പലത്തിലെത്തി. അമ്പലത്തിലെ പ്രധാന പൂജയാണ് താലം, അതായത് താലത്തിൽ പുഷ്പം അർപ്പിച്ച് ദേവിക്ക് സമർപ്പിക്കുക എന്നുള്ളത്. എല്ലാവരും അവിടുന്ന് പുഷ്പം വാങ്ങിക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഞാനും വാങ്ങി ഒരു കുഞ്ഞി താലം. അങ്ങനെ പതുക്കെ അമ്പലത്തിലേക്ക് നടന്ന് നീങ്ങി. അപ്പോഴേക്ക് സമയം ഒരു 5:30-6 മണിയൊക്കെ ആയിണ്ടായി കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ കണ്ട്, വിളക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ മൈൻഡിന് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. മൂകാംബിക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നതാണ് മൂകാംബിക രഥം. അത് കഴിഞ്ഞ് എല്ലാം കണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ പതുക്കെ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വരികയാണ്. വരുന്ന വഴിക്ക് ഒരു ഗുരുസ്വാമീനെ കണ്ട് നമ്മൾ സംസാരിച്ചു. പിന്നെ ഇങ്ങോട്ടുള്ള യാത്ര എല്ലാവരും ഉറക്കമായിരുന്നു. ഞങ്ങൾ രണ്ടാളും മാത്രമായിരുന്നു ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗൈസ്, നമ്മൾ തിരിച്ച് നമ്മുടെ കേരളത്തിലെത്തിയിരിക്കുകയാണ്. കേരളത്തിലെത്തിയ പിന്നെ എന്താണ് മെയിൻ? തട്ടുകട പ്ലസ് ചായ. അങ്ങനെ നമ്മളൊരു ചായയൊക്കെ കുടിച്ച് തിരിച്ച് നമ്മുടെ യാത്ര വീട്ടിലേക്ക് പോവുകയാണ്. മൊത്തത്തിൽ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു, ബൈ.